സന്താനങ്ങൾ നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ഉണ്ടാവുകയോ? എന്താണ് ഇസ്ലാമിന്റെ നിലപാട് ഈ വിഷയത്തിൽ? സന്താന നിയന്ത്രണം എന്ന ഒരു ഭാഗം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുണ്ട്. കുടുംബ നിയന്ത്രണം അതെങ്ങനെയാ സാധ്യമാകുന്നത്? ആ കുടുംബ നിയന്ത്രണത്തിന്റെ ഭാഗം അതെന്താണ്? ആസൂത്രണത്തിന്റെ ഭാഗത്തെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികളെ കൊന്നുകളയലല്ല, ഗർഭം അലസിപ്പിക്കലല്ല, മറിച്ച് ഗർഭം ഉണ്ടാകുന്നത് തന്നെ തടയുക. ഇങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്, കാലാകാലം നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഹറാമാണ്, പാടില്ല. എന്ന് പറഞ്ഞാൽ പ്രസവം നിർത്തിക്കളയാൻ പാടില്ല. എന്നേക്കുമായി പ്രസവം നിർത്തിക്കളയുക. പ്രസവം നിർത്തിക്കളയണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് ഉണ്ട്. ഇനി നിന്റെ ഭാര്യ പ്രസവിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ തറപ്പിച്ചു പറഞ്ഞു. എവിടെന്നെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോഴേക്ക് ചെയ്യരുത്. വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തി നിർബന്ധ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ പ്രസവം നിർത്താൻ പാടില്ല. ഇനിയോ താൽക്കാലിക നിയന്ത്രണങ്ങളുണ്ട്. ഒരു 2 കൊല്ലത്തേക്ക് കുഞ്ഞു വേണ്ട, 3 കൊല്ലത്തേക്ക് കുഞ്ഞു വേണ്ട, 4 കൊല്ലത്തേക്ക് കുഞ്ഞു വേണ്ട, അങ്ങനെ തീരുമാനിക്കുന്ന ഒരു സംഭവമുണ്ട്. താൽക്കാലിക നിയന്ത്രണം. ഒരു 10 കൊല്ലത്തേക്ക് എനിക്ക് കുട്ടികൾ വേണ്ട. ഇത് ആവശ്യത്തിനാണെങ്കിൽ അനുവദനീയമാണ്, ആവശ്യത്തിനല്ലെങ്കിൽ മോശവുമാണ്. ഇത് ചെയ്യാൻ പാടില്ല. ആവശ്യത്തിനാണെങ്കിൽ പറ്റും. ആ ആവശ്യം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കതർബിയത്തുൽ ഔലാദ്, കുഞ്ഞുങ്ങളെ പരിപാലിച്ച് വളർത്തുക എന്നതൊരു ആവശ്യമാണ്. ചെറിയ കുഞ്ഞിന് കുറച്ച് മുലകുടി കിട്ടണം, ചെറിയ കുഞ്ഞിനെ പരിപാലിക്കണം, അവന്റെ വിദ്യാഭ്യാസ കാര്യം നോക്കണം, അവന്റെ ആരോഗ്യം സംരക്ഷിക്കണം എന്നൊക്കെ കരുതിയിട്ട് ഒരു ചെറിയ ഇടവേള മക്കൾക്കിടയിൽ പിടിക്കുന്നുവെങ്കിൽ അതിന് കുഴപ്പമില്ലെന്ന് അബ്ദുൽ ഹമീദ് ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലാത്ത രൂപങ്ങളൊക്കെ അപകടമാണ്. ഞാനതിന്റെ ഫിഖ്ഹുമാനം പറഞ്ഞു എന്ന് മാത്രം, വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമ്മള് കടുങ്കൈ ചെയ്യുന്നത് വളരെ അപകടമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്.